എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 ജൂലൈയിൽ നടന്ന കേരള ഫിനാൻഷ്യൽ കോഡ് ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ച 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബജറ്റ് മാനുവൽ. ഈ 3 പുസ്തകങ്ങളും നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാകുവാൻ 40% മാർക്ക് മാത്രം മതിയാകും. കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരള PSC മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പരീക്ഷ പാസ്സാകാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Who is authorized to sanction the industrial grants to recognized private technical and industrial institution? അംഗീകൃത സ്വകാര്യ സാങ്കേതിക വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വ്യവസായ ഗ്രാൻറ്റുകൾ അനുവദിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ: ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡയറക്ടർ സാങ്കേതിക വിദ്യാഭ്യാസം. What is the period limitation of claims against government in respect of the claims for supplies made or services rendered to government? ഗവൺമെൻറ്റിന് നൽകിയ സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടിയുള്ള ക്ലെയിമുകളുടെ കാര്യത്തിൽ സർക്കാരിനെതിരായ ക്ലെയിമുകളുടെ പരിമിതിയുടെ കാലയളവ് എത്രയാണ്? ആൻസർ: 3 years from the date when the claim fell due for പേയ്മെൻറ്റ്. ക്ലെയിമിനായ പണമടയ്ക്കാനുള്ള തീയതി മുതൽ 3 വർഷം. Which of the following rules are mainly contained in the കേരള ഫിനാൻഷ്യൽ കോഡ്? കേരള ഫിനാൻഷ്യൽ കോഡിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന നിയമങ്ങൾ ഏതാണ്? ആൻസർ: ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ്, സർക്കാരിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും. Who should give intimation report immediately to the Accountant General regarding the death of a civil pensioner? ഒരു സിവിൽ പെൻഷൻകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടൻറ്റ് ജനറലിന് ആരാണ് ഉടൻ റിപ്പോർട്ട് നൽകേണ്ടത്? ആൻസർ: ട്രഷറി ഓഫീസർ. For how long period the mortality returns of a pensioner be preserved? ഒരു പെൻഷൻകാരൻ്റെ മരണരേഖകൾ എത്ര കാലത്തേക്ക് സംരക്ഷിക്കപ്പെടും? ആൻസർ: 5 complete years, 5 പൂർണ്ണമായ വർഷം. Which among the following is not included in the classes of local funds? ഇനി പറയുന്നവയിൽ ഏതാണ് പ്രാദേശിക ഫണ്ടുകളുടെ ക്ലാസുകളിൽ ഉൾപ്പെടാത്തത്? ആൻസർ: സിങ്കിങ് ഫണ്ട്. To which department worn out typewriters should be returned before a new machine can be issued? ഒരു പുതിയ മെഷീൻ നൽകുന്നതിന് മുമ്പ് ഏത് വകുപ്പിലേക്കാണ് തേഞ്ഞുപോയ ടൈപ്പ്റൈറ്ററുകൾ തിരികെ നൽകേണ്ടത്? ആൻസർ: സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേഷനറി വകുപ്പ്. Which among the following is not a head of department? താഴെ പറയുന്നവയിൽ ആരാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അല്ലാത്തത്? ആൻസർ: ഡിസ്ട്രിക്ട് കളക്ടർ. അമൗണ്ട്സ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ടു എനി അണ്ടർടേക്കിംഗ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കവർ ദ ലോസസ് ഓർ ടു ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ arising from any activity of a concessional nature will be treated as നഷ്ടം നികത്തുന്നതിനോ അല്ലെങ്കിൽ ഇളവ് സ്വഭാവമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്വീകരിക്കലുകളും ചെലവുകളും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനോ വേണ്ടി ഏതെങ്കിലും സ്ഥാപനത്തിനോ സ്ഥാപനങ്ങൾക്കോ സർക്കാർ നൽകുന്ന തുകകൾ ഡാഷ് ആയി കണക്കാക്കും. ആൻസർ: സബ്സിഡി.
under which article of Constitution of India a statement of the estimated receipts and expenditure of the state for each financial year has to be laid before the legislative. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സംസ്ഥാനത്തിൻ്റെ ഓരോ സാമ്പത്തിക വർഷത്തെയും കണക്കാക്കിയ വരവുകളുടെയും ചെലവുകളുടെയും ഒരു പത്രിക നിയമസഭയുടെ മുമ്പാകെ വെക്കേണ്ടത്? ആൻസർ ആർട്ടിക്കിൾ 202. ആർട്ടിക്കിൾ 202. പേയ്മെൻറ്റ് ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ഈസ് ട്രീറ്റഡ് ആസ്. പെൻഷൻ്റെ കമ്മ്യൂട്ടഡ് മൂല്യത്തിൻ്റെ പേയ്മെൻറ്റ് ഡാഷായി കണക്കാക്കുന്നു. ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ്. ഹൂ ഈസ് കമ്പറ്റൻറ്റ് ടു ഓർഡർ ദ re-registration of the മാലിക്കാന ഇൻ ദ നെയിം ഓഫ് ദ പ്രീവിയസ് ഹോൾഡർ. മുൻ ഉടമയുടെ പേരിൽ മാലിക്കാനയുടെ റീരജിസ്ട്രേഷൻ ഓർഡർ ചെയ്യാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ ഡിസ്ട്രിക്ട് കളക്ടർ. Government decides to start a virology institute for the first time in the state. It is a സംസ്ഥാനത്ത് ആദ്യമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇത് ഒരു ന്യൂ സർവീസ് ആണ്, പുതിയ സേവനം. വെൻ ആൻഡ് വോട്ട് ഓൺ അക്കൗണ്ട് ബിക്കം നെസസറി. എപ്പോഴാണ് വോട്ട് ഓൺ അക്കൗണ്ട് ആവശ്യമാകുന്നത്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും വോട്ട് ഓൺ അക്കൗണ്ട് ആവശ്യമാകുന്നു. What are the payments not exempted from the purview of letter of credit? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാത്ത പേയ്മെൻറ്റുകൾ ഏതാണ്? ആൻസർ പേയ്മെൻറ്റ് ഓഫ് വർക്ക് ഡൺ ഓൺ ബിഹാഫ് ഓഫ് അതർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. മറ്റ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയുടെ പേയ്മെൻറ്റ്. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫിക്സഡ് ഫോർ ഗിവിംഗ് ഫസ്റ്റ് റിപ്ലൈസ് ടു ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓൺ റെസിപ്റ്റ് ഓഫ് ദ സെയിം ഫ്രം ദ അക്കൗണ്ടൻറ്റ് ജനറൽ? അക്കൗണ്ടൻറ്റ് ജനറലിന് നിന്ന് സ്വീകരിച്ച പരിശോധനാ റിപ്പോർട്ടിന് ആദ്യ മറുപടി നൽകുന്നതിനായി നിശ്ചയിച്ച സമയപരിധി എത്രയാണ്? ആൻസർ 4 weeks, 4 ആഴ്ച. വാട്ട് ആർ ദ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ മെഷേഴ്സ് എക്സർസൈസ്ഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്? ധനകാര്യ വകുപ്പ് നടത്തുന്ന ചെലവ് നടപടികളുടെ നിയന്ത്രണം എന്തെല്ലാമാണ്? ആൻസർ ബോത്ത് ബി ആൻഡ് സി. ബൈ ടേക്കിംഗ് ആക്ഷൻ വെയറെവർ necessary based on warning slips issued by the accountant general, through the system of appropriation control, letter of credit in selected departments. ഈ രണ്ട് സന്ദർഭങ്ങളിലും ചെലവ് നടപടികളുടെ നിയന്ത്രണം ധനകാര്യ വകുപ്പ് നടത്തുന്നു. Any excess detected during stock taking should after investigation be entered in the stock account at once as a receipt within the remark. സ്റ്റോക്ക് എടുക്കുമ്പോൾ അധികമായി കണ്ടെത്തിയാൽ അന്വേഷണത്തിന് ശേഷം ഉടനെ സ്റ്റോക്ക് അക്കൗണ്ടിൽ താഴെ നൽകിയിരിക്കുന്ന കുറിപ്പോടെ അതൊരു സ്വീകരിക്കലായി രേഖപ്പെടുത്തണം. ആൻസർ എക്സസ് ഫൗണ്ട് ഓൺ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. സ്റ്റോക്ക് പരിശോധനയിൽ അധികമായി കണ്ടെത്തി. ഹൂ ഈസ് ഓതറൈസ്ഡ് ടു സെൻഡ് ദ ആനുവൽ സർട്ടിഫിക്കറ്റ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ദ ഫർണിച്ചർ ഇൻ രാജ്ഭവൻ ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ? രാജ്ഭവനിലെ ഫർണിച്ചറുകൾ പരിശോധിച്ചതിൻ്റെ വാർഷിക സർട്ടിഫിക്കറ്റ് അക്കൗണ്ടൻറ്റ് ജനറലിന് അയക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ മിലിറ്ററി സെക്രട്ടറി ടു ദ ഗവർണർ. ഗവർണറുടെ സൈനിക സെക്രട്ടറി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ അതർവൈസ് ബി കോൾഡ് ആസ്. മൂലധന ചെലവിനെ എങ്ങനെ വിളിക്കാം? ആൻസർ ക്യാപിറ്റൽ ഔട്ട്ലേ, മൂലധന വിഹിതം. ഇൻ മാരേജ് അഡ്വാൻസ് മാക്സിമം ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് റിക്കവറി ഓഫ് പ്രിൻസിപ്പൽ അമൗണ്ട് ഈസ്. വിവാഹ അഡ്വാൻസിൽ പ്രധാന തുക വീണ്ടെടുക്കുന്നതിനുള്ള പരമാവധി തവണയാണ്? ആൻസർ 60.
60. Whose sanction is required for incurring expenditure on ceremonies connected with the inauguration of important works? പ്രധാന പ്രവൃത്തികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ചെലവ് വഹിക്കുന്നത് ആരുടെ അനുമതി ആവശ്യമാണ്? ആൻസർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അനുമതി പ്രധാന പ്രവൃത്തികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ചെലവ് വഹിക്കുന്നതിന് ആവശ്യമാണ്. Who is the officer wholly responsible to ensure that the total expenditure is kept within the bounds set by the legislature? നിയമനിർമ്മാണ സഭ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ മൊത്തം ചെലവുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. What should be the basis for preparation of budget estimates? ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്തായിരിക്കണം? ആൻസർ ക്യാഷ് ബേസിസ്, പണത്തിൻ്റെ അടിസ്ഥാനം. Who is competent to make payment of arrears of Beris reduction and TASDIC allowances? ബെറിസ് റിഡക്ഷൻ്റെയും ടാസ്ഡിക് അലവൻസുകളുടെയും കുടിശ്ശിക അടയ്ക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ തഹസിൽദാർ ബിഫോർ ഒബ്റ്റെയിനിങ് ദ ഓർഡേഴ്സ് ഓഫ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ. റവന്യൂ ഡിവിഷണൽ ഓഫീസറുകളുടെ ഉത്തരവുകൾ നേടിയ ശേഷം തഹസിൽദാർ. Who sets the limit every year on public spending and appropriate the sum to be spent on each service? എല്ലാ വർഷവും പൊതുചെലവിന് പരിധി നിശ്ചയിക്കുന്നതും ഓരോ സേവനത്തിനും ചെലവഴിക്കേണ്ട തുക അനുയോജ്യമാക്കുന്നതും ആരാണ്? ആൻസർ ലെജിസ്ലേച്ചർ, നിയമസഭ. വാട്ട് ഈസ് മീൻ ബൈ ഏജൻസി സബ്ജക്റ്റ്? ഏജൻസി വിഷയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ എ സബ്ജക്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന വിഷയം. ഹൂ ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു റീഅപ്രോപ്രിയേറ്റ് ബിറ്റ്വീൻ മൈനർ ഹെഡ്സ് വിത്തിൻ എ ഗ്രാൻഡ്? ഗ്രാൻഡിനുള്ളിൽ മൈനർ ഹെഡുകൾക്കിടയിൽ വീണ്ടും വിനിയോഗിക്കാനുള്ള പ്രത്യേക അധികാരം ആർക്കുണ്ട്? ആൻസർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പ്. 79-80 ചോദ്യങ്ങൾ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇൻ വിച്ച് ഡേറ്റ് എ ഗവൺമെൻറ് സർവൻറ്റ് ഹോൾഡിംഗ് പെർമനൻറ്റ് അഡ്വാൻസ് ഷുഡ് ഫോർവേഡ് ദ അക്നോളജ്മെൻറ്റ് ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ? സ്ഥിരം അഡ്വാൻസ് കൈവശം വച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് അക്കൗണ്ടൻറ്റ് ജനറലിന് അംഗീകാരം കൈമാറേണ്ടത്? ആൻസർ 15th April എവരി ഇയർ, എല്ലാ വർഷവും ഏപ്രിൽ 15. ദ amount reappropriated should be a multiple of. വീണ്ടും വിനിയോഗിച്ച തുക ഇതിൻ്റെ ഗുണിതമായിരിക്കണം. ആൻസർ 100, 100ൻ്റെ ഗുണിതമായിരിക്കണം. Who arranges the payment for stores purchased from abroad? വിദേശത്തു നിന്ന് വാങ്ങിയ സ്റ്റോറുകൾക്കുള്ള പേയ്മെൻറ്റ് ആരാണ് ക്രമീകരിക്കുന്നത്? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ ത്രൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി അക്കൗണ്ടൻറ്റ് ജനറൽ. വിച്ച് ഈസ് ദ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി എൻട്രസ്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് സജസ്റ്റിംഗ് മെഷേഴ്സ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റിംഗ് എക്കണോമി? കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയെ പ്രാബല്യത്തിൽ വരുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന നിയമസഭാ സമിതി ഏതാണ്? ആൻസർ എസ്റ്റിമേറ്റ് കമ്മിറ്റി. The government servant who takes the measurements must take all possible care to record the quantities clearly and accurately in the measurement book in the presence of the contractor. In the above circumstances, is it necessary to obtain the acceptance of the contractor?
അളവുകൾ എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കരാറുകാരൻ്റെ സാന്നിധ്യത്തിൽ അളവുകൾ വ്യക്തമായും കൃത്യമായും മെഷർമെൻറ്റ് ബുക്കിൽ രേഖപ്പെടുത്താൻ സാധ്യമായ എല്ലാ ശ്രദ്ധയും എടുക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ കരാറുകാരൻ്റെ സ്വീകാര്യത നേടേണ്ടത് ആവശ്യമാണോ? ആൻസർ: ദ സിഗ്നേച്ചർ ഓഫ് ദ കോൺട്രാക്ടർ ഫോർ ഹിസ് ഡെയിലി ഓതറൈസ്ഡ് ഏജൻറ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ മെഷർമെൻറ്റ് ബുക്ക്. കരാറുകാരൻ്റെയോ അയാളുടെ അംഗീകൃത ഏജൻറ്റിൻ്റെയോ ഒപ്പ് മെഷർമെൻറ്റ് ബുക്കിൽ ലഭിക്കണം. ദ ഫോർമൽ ആക്സെപ്റ്റൻസ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫൗണ്ട് ടു ബി ഇൻ എക്സസ് ഓഫ് requirements out of the sums surrendered by the controlling or disbursing officer. കൺട്രോളിംഗ് ഓർ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ സറണ്ടർ ചെയ്യുന്ന തുകകളിൽ നിന്ന് ആവശ്യത്തിലധികം ഫണ്ടുകൾ കണ്ടെത്തിയതിന് ധനകാര്യ വകുപ്പിൻ്റെ ഔപചാരികമായ സ്വീകാര്യത. ആൻസർ: റിസംപ്ഷൻ ഓഫ് ഫണ്ട്സ്. ഫണ്ടുകളുടെ പുനരാരംഭം. How to regulate the excess expenditure incurred over and above the grant during a particular financial year by the Legislative Assembly. നിയമനിർമ്മാണ സഭ ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിൽ ഗ്രാൻറ്റിനേക്കാൾ കൂടുതലായി വരുന്ന അധിക ചെലവ് എങ്ങനെ നിയന്ത്രിക്കും? ആൻസർ: എക്സസ് ഗ്രാൻറ്റ്, അധിക ഗ്രാൻറ്റ്. Which committee of the legislative has been entrusted with the detailed examination of the estimates presented to the House? സഭയിൽ അവതരിപ്പിച്ച എസ്റ്റിമേറ്റുകളുടെ വിശദമായ പരിശോധന നടത്താൻ നിയമസഭയുടെ ഏത് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി? ആൻസർ: എസ്റ്റിമേറ്റ് കമ്മിറ്റി. വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ദ ഡ്രാഫ്റ്റ് റിലീസ് ഡീഡ് ഇൻ ഫോം നമ്പർ 52 ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് എക്സിക്യൂഷൻ? ഫോം നമ്പർ 52 ഡ്രാഫ്റ്റ് റിലീസ് ഡീഡിൻ്റെ സാധുത കാലം അതിൻ്റെ നിർവഹണ തീയതി മുതൽ എത്രയാണ്? ആൻസർ: 4 months, 4 മാസം. ഫോർ വാട്ട് പർപ്പസ് ദ ആനുവൽ ഗ്രാൻറ്റ് റിസീവഡ് ബൈ ദ ലൈബ്രറീസ് ഫ്രം ദ ഗവൺമെൻറ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ? ഗ്രന്ഥശാലകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക ഗ്രാൻറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ: 75% of the grant received by the library from government each year for purchase of new books. ഓരോ വർഷവും പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ലൈബ്രറിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ്റിൻ്റെ 75% ഉപയോഗിക്കും. Who is the estimating officer in respect of the contingent employees provident fund? കണ്ടിൻജൻറ്റ് ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറൽ. ഇൻ വിച്ച് ഡീറ്റെയിൽഡ് ഹെഡ് ഓഫ് അക്കൗണ്ട് ദ എക്സ്പെൻഡിച്ചർ ഓൺ ലീവ് ട്രാവൽ കൺസെഷൻ ടു ദ സ്റ്റാഫ് ഷുഡ് ബി ഡെബിറ്റഡ് ടു? ജീവനക്കാർക്ക് ഉള്ള ലീവ് യാത്ര ഇളവിനുള്ള ചെലവ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് വിശദമായ അക്കൗണ്ട് ഹെഡിലാണ്? ആൻസർ: സാലറീസ്. Which of the following item is not mentioned in a rate contract? നിരക്ക് കരാറിൽ ഇനി പറയുന്ന പരാമർശിക്കാത്ത വിഷയം ഏതാണ്? ആൻസർ: ക്വാണ്ടിറ്റി, അളവ്. In which budget document the statement of guarantees given by government is included? സർക്കാർ നൽകുന്ന ഗ്യാരണ്ടികളുടെ പ്രസ്താവന ഏത് ബജറ്റ് രേഖയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ: എക്സ്പ്ലനേറ്ററി മെമ്മോറാൻഡം, വിശദീകരണ മെമ്മോറാൻഡം. വാട്ട് ഇൻ്റർവെൽസ് ദ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഷുഡ് ബി റിവ്യൂഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്? ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഏത് ഇടവേളകളിൽ ഓഫീസ് മേധാവി അവലോകനം ചെയ്യണം? ആൻസർ: മന്ത്ലി, പ്രതിമാസം. 96 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. In what classes of deposit the function is merely that of a banker? ഡെപ്പോസിറ്റിൻ്റെ ഏത് വിഭാഗത്തിലാണ് ഒരു ബാങ്കറുടെ മാത്രം പ്രവർത്തനമാകുന്നത്? ആൻസർ: ഡെപ്പോസിറ്റ് ഓഫ് ലോക്കൽ ഫണ്ട്, ലോക്കൽ ഫണ്ടിൻ്റെ നിക്ഷേപം. 98 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്.
Question number 99. What is mean by decretal claims? Decretal ക്ലെയിമുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: എക്സ്പെൻഡിച്ചർ ദാറ്റ് മേ ബി നെസസറി ടു സാറ്റിസ്ഫൈ കോർട്ട് ഡിക്രീസ്. കോടതി ഉത്തരവുകൾ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായി വന്നേക്കാവുന്ന ചെലവ്. In what manner the official records such as gazette books and publication which are no longer required be destroyed. ഇനി ആവശ്യമില്ലാത്ത ഗസറ്റ് പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണം തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ ഏത് വിധത്തിലാണ് നശിപ്പിക്കപ്പെടുന്നത്? ആൻസർ: ബി സോൾഡ് ഇൻ ടാക്ട് ആസ് വേസ്റ്റ് പേപ്പർ. നയത്തോടെ വേസ്റ്റ് പേപ്പറിനായി വിൽക്കുക. അപ്പോൾ ഇത്രയാണ് കേരള ഫിനാൻഷ്യൽ കോഡുമായി ബന്ധപ്പെട്ട് ഹയറിൽ ചോദിച്ച 100 ചോദ്യങ്ങൾ. ചിലതെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടായി തന്നെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് പാസ്സാകാനായിട്ട് 40% മാർക്ക് മാത്രം മതിയാകും. അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പിക്ക് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ക്ലാസ്സിൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതെല്ലാം പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക്സ്.